പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. രാവിലെ മുതലുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയുന്ന ഒരു രീതി സ്വതവേ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പാലക്കാട്ടെ റിപ്പോർട്ടുകൾ വോട്ടിംഗ് ശതമാനം ഉയരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് തരുന്നത്. സംസ്ഥാനത്തെ 3 പ്രധാന മുന്നണികളും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ കൊണ്ടും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 3 മുന്നണിയും ആവേശവും ആത്മവിശ്വാസവും പുലർത്തിയിട്ടുണ്ട്. വിവാദങ്ങൾ 3 മുന്നണികളെയും ഉലച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനവിധി എന്താകുമെന്ന കാര്യത്തിൽ 3 മുന്നണികൾക്കും ആശങ്ക നിലനിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് തുല്യമായ വീറും വാശിയുമാണ് മുന്നണികൾ പാലക്കാട് കാഴ്ചവെച്ചത്. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താകുമെന്നുള്ള ടെൻഷൻ 3 സ്ഥാനാർത്ഥികൾക്കും ഉറപ്പായും ഉണ്ടാകും. സ്വദേശം തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയാണെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിച്ചതുകൊണ്ട് സരിന്റെ വോട്ട് ഇതുവരെയായും ഒറ്റപ്പാലത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന സാഹചര്യം പെട്ടെന്നുണ്ടായപ്പോൾ സരിൻ വോട്ട് പാലക്കാടേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടപ്രകാരം 6 മാസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ അതൊന്നും സരിൻ പാലിച്ചില്ല എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചില മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആ വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് സരിൻ ശ്രമിച്ചതും. സരിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിയിലെ പ്രവർത്തകർ സ്വീകരിച്ചോ എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. BJPയെ സംബന്ധിച്ച് കൃഷ്ണകുമാറിന് പാളയത്തിൽ തന്നെ പടയുണ്ട്. കഴിഞ്ഞ തവണത്തെ മെട്രോമാന്റെ വ്യക്തിഗത വോട്ടുകൾ ഇത്തവണ കൃഷ്ണകുമാറിന് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് തുടക്കത്തിൽ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടാണ് UDF എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസവുമുണ്ട്. മാത്രമല്ല, രാഹുൽ പറഞ്ഞത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് തനിക്ക് ഭൂരിപക്ഷം കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് മുഴുവൻ UDF വോട്ടുകളും ഇത്തവണ പോൾ ചെയ്യിക്കും. ഇനി വോട്ട് ചെയ്യാൻ വരാത്തവരുണ്ടെങ്കിൽ അത് എതിർമുന്നണിയിലെ പാർട്ടിക്കാർ മാത്രമാണ് എന്നതാണ്. മാത്രമല്ല, പലയിടങ്ങളിലും പ്രചരണത്തിന് പോയപ്പോൾ, അതായത് BJP കോട്ടകളിലടക്കം പ്രചരണത്തിന് പോയപ്പോൾ അവിടെയുള്ള BJP പ്രവർത്തകർ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന നിലപാടെടുത്ത കാര്യം തന്നോട് പങ്കുവെച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ BJP CPM ബാന്ധവം കോൺഗ്രസിന് തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നതാണ് ആ പ്രതികരണം വ്യക്തമാക്കുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ചിലയിടങ്ങളിൽ BJP പ്രവർത്തകർ വോട്ട് ബഹിഷ്കരണത്തിന് തയ്യാറാവുന്നത്. അതൊക്കെ തന്റെ ഭൂരിപക്ഷം കൂട്ടുമെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതീക്ഷ. എന്നാലും മണ്ഡലത്തിലെ 1,94,706 വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുന്നത്. അതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. 184 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ എന്നീ പഞ്ചായത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്. നവംബർ 23-നാണ് വോട്ടെണ്ണൽ.